നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. ഇന്നലെ അന്തരിച്ച CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ മൃതദേഹം ഇന്ന് പൊതുദർശനത്തിന് വയ്ക്കും. വൈകിട്ട് 6 മണിക്ക് ഡൽഹി വസന്ത് കുഞ്ചിലുള്ള വസതിയിലാണ് പൊതുദർശനം. നാളെ രാവിലെ 11 മുതൽ വൈകിട്ട് 3 മണി വരെ പാർട്ടി ആസ്ഥാനമായ AKG ഭവനിൽ പൊതുദർശനമുണ്ടാകും. വൈകിട്ട് 5 മണിക്ക് AKG ഭവനിൽ നിന്നും വിലാപയാത്രയായി മൃതദേഹം ഡൽഹി എയിംസിന് കൈമാറും. ചികിത്സയിലിരിക്കെ ഇന്നലെ വൈകിട്ട് 3:05 യെച്ചൂരിയുടെ അന്ത്യം. വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടിയാണ് ചേരുന്നത്. ബൽറാം, ഇന്നത്തെ ക്രമീകരണങ്ങൾ എങ്ങനെയൊക്കെയാണ്? ക്രിസ്റ്റിന, ഇന്നലെ അന്തരിച്ച CPIMന്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ മൃതശരീരം ഇപ്പോൾ ഡൽഹി എയിംസിന്റെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇന്നലെ വൈകിട്ട് തന്നെ എംബാമിംഗ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം എയിംസിൽ തന്നെ സൂക്ഷിക്കുകയായിരുന്നു. ഇന്നാണ് പൊതുദർശനം ക്രമീകരിച്ചിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് 6 മണിക്ക് അദ്ദേഹത്തിന്റെ വസന്ത് കുഞ്ചിലുള്ള വസതിയിൽ പൊതുദർശനം നടക്കും. ഇന്ന് രാത്രി മൃതദേഹം അദ്ദേഹത്തിന്റെ വസതിയിൽ തന്നെയായിരിക്കും ഉണ്ടാകുക. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ, കുടുംബാംഗങ്ങൾ അടക്കമുള്ളവർ അവിടെയായിരിക്കും അദ്ദേഹത്തെ കാണാനായി എത്തുക. നാളെയാണ് പാർട്ടി ആസ്ഥാനമായ AKG ഭവനിൽ പൊതുദർശനം ക്രമീകരിച്ചിരിക്കുന്നത്. AKG ഭവനിൽ രാവിലെ 11 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് പൊതുദർശനം എന്നാണ് നിലവിൽ ക്രമീകരിച്ചിരിക്കുന്ന സമയക്രമം. അതിനുശേഷം വൈകിട്ട് 5 മണിക്ക് വിലാപയാത്രയായി അദ്ദേഹത്തിന്റെ മൃതദേഹം പാർട്ടി ആസ്ഥാനമായ AKG ഭവനിൽ നിന്നും എയിംസ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. എയിംസിലെ ഡോക്ടർമാർക്ക്, വിദ്യാർത്ഥികൾക്ക് അവർക്ക് പഠനത്തിനായി കൈമാറാനാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. അത് അദ്ദേഹം അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ അറിയിക്കുകയും അവർ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് എയിംസ് അധികൃതരെ വിവരം അറിയിക്കുകയുമായിരുന്നു. എയിംസിൽ ആശുപത്രിയിലെ പഠനാവശ്യത്തിനായി അദ്ദേഹത്തിന്റെ മൃതശരീരം കൈമാറാനാണ് തീരുമാനം. നാളെ വൈകിട്ട് 5 മണിക്ക് ശേഷമായിരിക്കും ഈ കൈമാറൽ നടക്കുക. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറെ ആഘാതം ഉണ്ടാക്കിയ ഒരു വിയോഗം തന്നെയാണ് സീതാറാം യെച്ചൂരിയുടേത്. CPIMന്റെ മാത്രമല്ല, ഇടതുപക്ഷത്തിന്റെ ഒപ്പം തന്നെ രാജ്യത്തെ പ്രതിപക്ഷ നിരയുടെ, മതനിരപേക്ഷ ചേരിയുടെ എല്ലാം തന്നെ വലിയ നഷ്ടമായി തന്നെയാണ് അദ്ദേഹത്തിന്റെ വിയോഗത്തെ കണക്കാക്കുന്നത്. കാരണം ഈ പല ഘട്ടങ്ങളിൽ, നിർണായക ഘട്ടങ്ങളിലും രാഷ്ട്രീയ ഇടപെടലുകൾക്ക് നേതൃത്വം വഹിച്ച ഒരു നേതാവാണ് സീതാറാം യെച്ചൂരി. നിലവിലെ ഇന്ത്യ സഖ്യത്തിന്റെ രൂപീകരണം അടക്കമുള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ സംഭാവനകൾ വലിയതായിരുന്നു. വിവിധ രാഷ്ട്രീയ നേതാക്കളുമായി, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള പ്രാദേശിക പാർട്ടികൾ അടക്കമുള്ള പാർട്ടികളുടെ നേതാക്കളുമായി അദ്ദേഹത്തിനുണ്ടായിരുന്ന ബന്ധം എന്നുള്ളത് ഇത്തരത്തിലുള്ള സഖ്യ രൂപീകരണ ചർച്ചകൾക്കുൾപ്പെടെ ഏറെ സഹായകമായിരുന്ന ഒരു കാര്യമായിരുന്നു. ഇന്ത്യയുടെ കശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, നാഷണൽ കോൺഫറൻസ് മുതൽ തമിഴ്നാട്ടിലെ DMK വരെയുള്ള പാർട്ടികളും പാർട്ടികളുടെ നേതാക്കളുമായും അദ്ദേഹം അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. ഒപ്പം തന്നെയാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന അസാധാരണമായ ഭാഷാസ്വാധീനം. വിവിധ ഭാഷകൾ കൈകാര്യം ചെയ്യുന്നതിന് അദ്ദേഹത്തിനുണ്ടായിരുന്ന കഴിവ്. 7 ഭാഷകളോളം അനായാസം കൈകാര്യം ചെയ്യുകയും അത് തന്റെ പാർട്ടിയുടെയും രാജ്യത്തെ മതനിരപേക്ഷ ചേരിയുടെയും ചർച്ചകൾക്ക് ഒപ്പം തന്നെ അത്തരത്തിലുള്ള രാഷ്ട്രീയമായി അതിനെ പ്രയോജനപ്പെടുത്താനും അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. നിർണായകമായ രാഷ്ട്രീയ ഘട്ടങ്ങളിൽ എല്ലാം തന്നെ അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ അത് രാജ്യത്തിനകത്തും പുറത്തും ഏറെ നിർണായകമായിരുന്നു. സീതാറാം യെച്ചൂരിയുടെ ഇടപെടലുകൾ എന്നുള്ളത് അത് ഒട്ടേറെ തവണ രാജ്യം തന്നെ കണ്ടതാണ്. കോൺഗ്രസ് നേതാക്കൾ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധി അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കളുമായി അദ്ദേഹത്തിനുണ്ടായിരുന്ന അടുപ്പം അത് രാജ്യത്ത് തന്നെ വളരെ വ്യക്തമായ ഒരു അടുപ്പം തന്നെയായിരുന്നു. എല്ലാവർക്കും വന്ന ധിഷണാശാലിയായ നേതാവ്, പാർട്ടിക്കപ്പുറമായി സൗഹൃദങ്ങൾ ഉണ്ടാക്കിയിരുന്ന നേതാവ് ഓർമ്മയാവുകയാണ്. വിശദാംശങ്ങൾ നൽകിയത് ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന്. സീതാറാം യെച്ചൂരിയുടെ വിയോഗത്തോടെ നിലവിലെ PBയിൽ ഒരാൾക്ക്
നേതാക്കൾക്ക് ജനറൽ സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതല നൽകുമെന്ന് സൂചന. ഇത് സംബന്ധിച്ച് ഒരാഴ്ചയ്ക്ക് ശേഷമേ ആലോചന തുടങ്ങൂവെന്ന് നേതാക്കൾ അറിയിച്ചു. ബൃന്ദ കാരാട്ടാണ് നിലവിൽ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന നേതാക്കളിൽ ഏറ്റവും മുതിർന്ന അംഗം. പ്രായപരിധി നിബന്ധന അനുസരിച്ച് ബൃന്ദ കാരാട്ട് അടുത്ത സമ്മേളനത്തിൽ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഒഴിയേണ്ടതുണ്ട്. മുഹമ്മദ് സലീം, MA ബേബി, A വിജയരാഘവൻ എന്നിവരുടെ പേരുകളാണ് നേതൃത്വത്തിന് മുന്നിലുള്ളത്. ഈ മാസം അവസാനം ചേരുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ഇക്കാര്യം ചർച്ച ചെയ്യുമെന്നാണ് സൂചന. താൽക്കാലിക ചുമതലയാകും നൽകുക. പാർട്ടി കോൺഗ്രസ് പുതിയ ജനറൽ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുമെന്നാണ് നേതാക്കളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ആലപ്പുഴ കലവൂർ സുഭദ്ര കൊലക്കേസിൽ കർണാടകയിൽ നിന്ന് പിടിയിലായ പ്രതികളെ അല്പസമയത്തിനകം ആലപ്പുഴയിലെത്തിക്കും. ഇന്നലെ ഉച്ചയോടെ മണിപ്പാലിൽ നിന്നാണ് പ്രതികളായ മാത്യൂസിനെയും ഷർമിളയെയും അന്വേഷണ സംഘം പിടികൂടിയത്. ആലപ്പുഴയിൽ നിന്ന് മനീഷ് മഹിപാൽ ചേരുന്നു. മനീഷ്, ഏകദേശം ഒരു മാസത്തോളം സംശയനിഴലിൽ കഴിഞ്ഞ പ്രതികൾ, അവരെ ഇന്നലെ പിടികൂടുന്നു. ഇന്നിപ്പോൾ കേരളത്തിലെത്തിക്കും എന്ന് മനസ്സിലാക്കുന്നു. ഏറെ ദുരൂഹതകളുള്ള ഒരു ജീവിതം നയിച്ചിരുന്ന രണ്ട് വ്യക്തികൾ. അപ്പോൾ ഇവരുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുകയും ഒക്കെ ചെയ്യേണ്ട ആവശ്യം കൂടിയുണ്ടല്ലോ. മാസത്തോളമായി പോലീസ് ഇതിൻ്റെ അന്വേഷണത്തിലായിരുന്നു. പക്ഷേ ആദ്യഘട്ടത്തിൽ കൊച്ചിയിലെ കടവന്ത്ര പോലീസ് അന്വേഷിക്കുമ്പോൾ ഇതൊരു സാധാരണ മിസ്സിംഗ് കേസ് മാത്രമായിരുന്നു. പിന്നീട് ഈ കേസിൽ മറ്റെന്തൊക്കെയോ ദുരൂഹത ഉണ്ടെന്ന് കണ്ടാണ് പിന്നീട് ആലപ്പുഴ മണ്ണഞ്ചേരി പോലീസിന് ഈ കേസ് കൈമാറുകയും കഴിഞ്ഞ 6-ാം തീയതിയാണ് മണ്ണഞ്ചേരി പോലീസ് ഇതിന് ഒരു മിസ്സിംഗ് കേസ് കൂടി രജിസ്റ്റർ ചെയ്തതും ഈ കേസിൻ്റെ ഗൗരവ സ്വഭാവം മനസ്സിലാക്കുകയും പിന്നീട് ഇത് നാടിനെ നടുക്കുന്ന ഒരു കൊലപാതകമാണെന്ന് പോലീസ് തിരിച്ചറിയുന്നതും. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രതികളെ കുടുക്കിയത് ഈ പ്രതികളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ഇവരുടെ ഫോണുമായി ബന്ധപ്പെട്ട അന്വേഷണവുമാണ്. നിലവിൽ മണിപ്പാലിൽ നിന്ന് ഈ പ്രതികളെ പിടികൂടാൻ പോലീസിന് സാധിച്ചിട്ടുള്ളത്. ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള 10 അംഗ അന്വേഷണ സംഘത്തിൽ 4 അംഗ അന്വേഷണ സംഘമാണ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഉടുപ്പിയിലെത്തി ഇവർക്ക് വേണ്ടി കാത്തുനിന്നത്. അതായത് പ്രതികൾ ഉടുപ്പിയിൽ നിന്ന് മണിപ്പാലിലേക്ക് പോകുന്ന യാത്രക്കിടയിലായിരുന്നു ഇവരെ ഇവരെ പിടികൂടിയത്. പക്ഷേ അതിനും ദിവസങ്ങൾക്ക് മുൻപ് തന്നെ, 1-2 ദിവസങ്ങൾക്ക് മുൻപ് തന്നെ അന്വേഷണ സംഘത്തിലെ 4 അംഗ സംഘം അവിടെ എത്തി ഇവർക്ക് വേണ്ടി വല വിരിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രതികളെ ഇന്ന് രാവിലെയോടുകൂടി തന്നെ ആലപ്പുഴ മണ്ണഞ്ചേരി അല്ലെങ്കിൽ മുഹമ്മ, മാരാരിക്കുളം, ആലപ്പുഴ നോർത്ത് സ്റ്റേഷൻ, ഈ 4 പ്രധാനപ്പെട്ട പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കും. ഏത് പോലീസ് സ്റ്റേഷനിലേക്കാണ് എത്തിക്കുക എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. അത്തരം വിവരങ്ങൾ പോലീസ് പുറത്തുവിടുന്നില്ല. ഈ 2 പ്രതികൾ മാത്യൂസിൻ്റെ ഭാര്യ ഷർമിളയും അല്ലാതെ മറ്റൊരാൾ കൂടി പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട്. ഇയാൾക്ക് കൊലപാതകത്തിൽ പങ്കുണ്ടോ എന്ന കാര്യം വ്യക്തമല്ല. പക്ഷേ ഇയാളെ ചോദ്യം ചെയ്ത ശേഷം ചിലപ്പോൾ നിരപരാധിയാണെങ്കിൽ വിട്ടയച്ചേക്കാം. ഇതിനു മുൻപും ഇയാളെ നേരത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ചതാണ്. ഇത് മാത്യൂസിൻ്റെ സുഹൃത്തും ബന്ധുവും കൂടിയായിട്ടുള്ള ഒരാളെയാണ് നിലവിൽ പോലീസ് ഇന്നലെ വൈകിട്ടോടുകൂടി കസ്റ്റഡിയിലെടുത്തത്. ഇന്നലെ ഉച്ചയ്ക്കാണ് മണിപ്പാൽ നിന്ന് പ്രതികളെ പിടികൂടിയിട്ടുള്ളത്. ഇവർ ട്രെയിൻ മാർഗം ഈ സംഭവം, ഈ കൊലപാതക വിവരം തിരിച്ചറിയുന്ന സെപ്റ്റംബർ 10, അതായത് ചൊവ്വാഴ്ച ഉച്ചയോടുകൂടിയാണ് ഇത് കൊലപാതകമാണെന്ന് തിരിച്ചറിയുകയും മൃതദേഹം അടക്കം പുറത്തെടുക്കുകയും ഇവരുടെ ചിത്രങ്ങളടക്കം വാർത്താ മാധ്യമങ്ങളിൽ വരികയും ചെയ്തത്. ആ സമയം വരെയും കൊച്ചിയിലുണ്ടായിരുന്നു എന്നതാണ് പോലീസിനെ ഏറ്റവും കൂടുതൽ ഞെട്ടിക്കുന്ന വിവരം. അതിനുശേഷം ഇവർ പിന്നീട് ചൊവ്വാഴ്ചയാണ് ഇവർ പിന്നീട് ഉടുപ്പിയിലേക്കുള്ള യാത്ര പിന്നീട് അവിടെ പ്രതികളെ അല്പസമയത്തിനകം ആലപ്പുഴയിലെത്തിക്കും. വിവരങ്ങൾ നൽകുകയായിരുന്നു മനീഷ് മഹിപാൽ. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇന്ന് നിർണായകം. മദ്യനയ അഴിമതിയിലെ CBI കേസിൽ കെജ്രിവാളിന്റെ ജാമ്യ ഹർജിയിൽ സുപ്രീംകോടതി ഇന്ന് വിധി പറയും. കേസിൽ CBIയുടെ അറസ്റ്റ് ചോദ്യം ചെയ്തും ജാമ്യം തേടിയുമുള്ള ഹർജികളിലാണ് കോടതി ഇന്ന് വിധി പറയുക. കേസിൽ ഈ മാസം 5-ന് വാദം പൂർത്തിയാക്കി വിധി പറയാൻ മാറ്റുകയായിരുന്നു. കെജ്രിവാളിന്റെ ജാമ്യാപേക്ഷയെ CBI ശക്തമായി എതിർത്തിരുന്നു. ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ കെജ്രിവാളിനെതിരെ മൊഴി നൽകിയിട്ടുണ്ടെന്നും ജാമ്യം ലഭിച്ചു പുറത്തിറങ്ങിയാൽ അവർ മൊഴി മാറ്റുമെന്നുമാണ് CBIയുടെ വാദം. കൊൽക്കത്തയിലെ വനിതാ ഡോക്ടറുടെ കൊലപാതകത്തെ തുടർന്നുള്ള പ്രതിഷേധം ഒത്തുതീർപ്പാക്കാത്തതിൽ രാജിവെക്കാൻ തയ്യാറെന്ന പ്രഖ്യാപനവുമായി മുഖ്യമന്ത്രി മമതാ ബാനർജി. 3 തവണ ഡോക്ടേഴ്സിനെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടും തയ്യാറാകാതിരുന്നതിനെ തുടർന്നാണ് മമതാ ബാനർജി രാജിക്ക് തയ്യാറെന്ന വാർത്താസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചത്. ഇന്നലെ വൈകിട്ട് 5 മണിക്ക് ഡോക്ടേഴ്സിനെ മുഖ്യമന്ത്രി ചർച്ചയ്ക്കായി ക്ഷണിച്ചിരുന്നു. എന്നാൽ 15 പേർ മാത്രമേ പങ്കെടുക്കാവൂ എന്നും ചർച്ച ലൈവ് സ്ട്രീം ചെയ്യരുത് എന്നുമുള്ള സർക്കാരിന്റെ ഉപാധികൾ അംഗീകരിക്കാൻ പ്രതിഷേധക്കാർ തയ്യാറായില്ല. 2 മണിക്കൂറിലേറെ മുഖ്യമന്ത്രി കാത്തിരുന്നിട്ടും ഡോക്ടേഴ്സ് ചർച്ചയ്ക്ക് എത്തിയില്ല. പിന്നാലെ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് മമതാ ബാനർജി രാജിസന്നദ്ധത അറിയിച്ചത്. കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് തെരഞ്ഞെടുപ്പ് സംഘർഷത്തിൽ KSU SFI പ്രവർത്തകർക്കെതിരെ കേസെടുത്ത് പോലീസ്. കണ്ടാലറിയാവുന്ന 300 പ്രവർത്തകർക്കെതിരെയാണ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തത്. വിവരങ്ങളുമായി ചേരുന്നത് AV ജയശങ്കറാണ്. ജയശങ്കർ, കൂടുതൽ വിശദാംശങ്ങൾ.
അതായത് കഴിഞ്ഞ ദിവസം കേരള യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് നടന്ന സെനറ്റ് തെരഞ്ഞെടുപ്പിലെ സംഘർഷത്തിലാണ് പോലീസ് വീണ്ടും ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിൽ 300 SFI KSU പ്രവർത്തകർക്കെതിരെയാണ് നിലവിൽ PDPP ഉൾപ്പെടെ ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്ത പോലീസ് കേസെടുത്തിരിക്കുന്നത്. അതായത് ഈ സംഘർഷത്തിനിടെ ഈ SFI KSU പ്രവർത്തകർ ഇരുവിഭാഗങ്ങളായി ചേരിതിരിഞ്ഞ് വലിയ സംഘർഷമുണ്ടാക്കി. ഈ സംഘർഷത്തിനിടെ സർവകലാശാലയിലെ 40 കസേരകളും 2 മേശകളും നശിപ്പിച്ചുവെന്ന് എഫ്ഐആർ പറയുന്നു. ഇതിലൂടെ സർവകലാശാലയ്ക്ക് 1,20,000-ഓളം രൂപയുടെ നഷ്ടമുണ്ടായെന്നും എഫ്ഐആർ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും രജിസ്ട്രാറുടെ പരാതിയിലാണ് നിലവിൽ പുതിയ കേസ്. കഴിഞ്ഞ ദിവസം ഈ തെരഞ്ഞെടുപ്പ് ചുമതലയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടെ പരാതിയിൽ 6 KSU പ്രവർത്തകർക്കെതിരെ സമാനമായ രീതിയിൽ പോലീസ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തിരുന്നു. പിന്നാലെയാണ് ഇപ്പോൾ പുതിയൊരു കേസ് എടുത്തിരിക്കുന്നത്. എന്തായാലും ഇതിൽ ആരെയും പ്രതി ചേർത്തിട്ടില്ല. കണ്ടാലറിയുന്ന പ്രവർത്തകർ എന്നാണ് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ പേരെ ഉൾപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ KSU കഴിഞ്ഞ ദിവസം DGPക്ക് ഉൾപ്പെടെ പരാതി നൽകിയിരുന്നു. ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട അന്വേഷണം വേണം, കുറ്റക്കാർക്കെതിരെ കേസെടുക്കണമെന്നുള്ള ആവശ്യമെല്ലാമാണ് KSU മുന്നോട്ട് വെച്ചത്. എന്തായാലും ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം തുടരുന്നു. ഈ റദ്ദാക്കിയ സെനറ്റ് തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വീണ്ടും നടത്തുന്നതിനെ കുറിച്ചുള്ള ആലോചനകൾ സർവകലാശാല ആസ്ഥാനത്ത് പുരോഗമിക്കുകയുമാണ്. ക്രിസ്റ്റീന. ശരി, വിവരങ്ങൾ നൽകുകയായിരുന്നു AV ജയശങ്കർ. കൊച്ചി ഡിജിറ്റൽ തട്ടിപ്പിലൂടെ 29 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ പ്രധാന പ്രതിപിടിയിൽ ഡൽഹി സ്വദേശി പ്രിൻസ് ആണ് അറസ്റ്റിലായത്. ഇയാളുടെ അക്കൗണ്ടിലൂടെ 4.5 കോടി രൂപയുടെ ഇടപാട് നടന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നത് വിഷ്ണു സുരേഷാണ്. വിഷ്ണു, ഈ തട്ടിപ്പ് നടത്തുന്ന പണം ക്രിപ്റ്റോ കറൻസി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു സാങ്കേതികത നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രയാസമാണ് പിടിക്കുക എന്നുള്ളത്. അപ്പോൾ എന്തായിരുന്നു ഇയാളുടെ ഒരു രീതി? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട്? ക്രിസ്റ്റീന, കേരളത്തിൽ ഈ ഡിജിറ്റൽ അറസ്റ്റ് എന്ന വ്യാജേന പണം തട്ടുന്ന സംഘം ദേശീയ തലത്തിലുള്ള സംഘമാണ്. അവർ ഇങ്ങനെ പ്രചരിച്ചു ശക്തമായി വരികയാണ്. ആ ഒരു പശ്ചാത്തലത്തിലാണ് സെൻട്രൽ പോലീസ് രജിസ്റ്റർ ചെയ്ത ഒരു കേസിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തിയത്. തുടർന്നാണ് ഡൽഹിയിൽ നിന്ന് പ്രിൻസ് എന്ന് പറയുന്ന ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും നിലവിൽ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത്. ഇയാളുടെ രീതി എന്ന് പറയുന്നത് പോലീസ് വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ്. ഈ CBIയും അതോടൊപ്പം തന്നെ പോലീസ് എല്ലാം ചമഞ്ഞ് ആളുകളെ വിളിക്കുന്ന ചില തട്ടിപ്പുകാരുണ്ട്. അവരുടെ അക്കൗണ്ടിലേക്ക് പണം മാറ്റി നൽകുന്നത് പ്രിൻസ് ആണ്. അത് ക്രിപ്റ്റോ കറൻസി ആക്കി മാറ്റിയാണ് ഇവരുടെ അക്കൗണ്ടിലേക്ക് പണം നൽകുന്നത്. ഇയാളുടെ അക്കൗണ്ടിൽ ഏകദേശം 4.5 കോടിയുടെ ഇടപാട് ഈ കഴിഞ്ഞ ഒരു മാസത്തിന് അടുത്ത് നടന്നിട്ടുണ്ട്. ഈ കേരളത്തിലടക്കം നടന്ന വലിയ തട്ടിപ്പുകളിൽ ഇയാൾക്ക് പങ്കുണ്ട് എന്നുള്ളതാണ് പോലീസിന്റെ വിലയിരുത്തൽ. സെൻട്രൽ SI അനൂപ് ചക്കയുടെ നേതൃത്വത്തിലുള്ള സംഘം കഴിഞ്ഞ ഒരാഴ്ചയായി ഡൽഹിയിൽ ക്യാമ്പ് ചെയ്താണ് ഈ പ്രതിയെ പിടികൂടിയത്. ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നത് ഈ ഡിജിറ്റൽ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭ്യമാകുമെന്ന പ്രതീക്ഷയും പോലീസ് പങ്കുവെക്കുന്നുണ്ട്. 29 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്ന കേസിലാണ് നിലവിൽ ഇയാളുടെ അറസ്റ്റ് സെൻട്രൽ പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ക്രിസ്റ്റീന. ശരി, കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു വിഷ്ണു സുരേഷ്. വയനാട് ദുരിതാശ്വാസ നിധിയുടെ പേരിൽ അനധികൃത പിരിവ് നടത്തിയ കോൺഗ്രസ് പ്രവർത്തകനെതിരെ നടപടിയെടുത്ത് കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി. ചേളന്നൂർ മണ്ഡലത്തിലെ കോൺഗ്രസ് പ്രവർത്തകനായ PM അനസിനെതിരെയാണ് നടപടി. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നിയോഗിച്ച 2-അംഗ കമ്മീഷൻ ചേളന്നൂർ മണ്ഡലത്തിൽ അനധികൃത പിരിവ് നടന്നതായി കണ്ടെത്തിയിരുന്നു. ഇതേ തുടർന്നാണ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതെന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ K പ്രവീൺകുമാർ പറഞ്ഞു. അതേസമയം യൂത്ത് കോൺഗ്രസിനെ വെട്ടിലാക്കുന്നതാണ് കോൺഗ്രസ് നടപടി. ഇതേ പരാതി കഴമ്പില്ലെന്ന് കാണിച്ച് യൂത്ത് കോൺഗ്രസ് നേതൃത്വം തള്ളിയിരുന്നു. സംഘടനാപരമായ ജാഗ്രതക്കുറവുണ്ടായെന്ന് കാണിച്ച് പരാതിക്കാരനൊപ്പം നിലകൊണ്ട ഏലത്തൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് P ഹാഷിക്കിനെതിരായാണ് സംസ്ഥാന നേതൃത്വം നടപടി സ്വീകരിച്ചത്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ ഉറ്റവരെ നഷ്ടപ്പെട്ടവർ ദുരന്ത സമയത്ത് കൈത്താങ്ങായവരെ കാണാൻ നിലമ്പൂരിലെത്തി. തങ്ങൾക്ക് നൽകിയ പിന്തുണയ്ക്കും സ്നേഹത്തിനും അവർ നന്ദി പറഞ്ഞു. നിലമ്പൂർ CH സെന്ററാണ് ഒത്തുചേരലിന് വേദിയൊരുക്കിയത്. മുണ്ടക്കൈ ചൂരൽമലയെ തൂത്തെറിഞ്ഞ ഉരുൾപൊട്ടലിൽ സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനമാണ് നിലമ്പൂരിൽ നടന്നത്. മൃതദേഹങ്ങൾ ചാലിയാറിലൂടെ ഒഴുകിയെത്തിക്കൊണ്ടേയിരുന്നു. കൈമെയ് മറന്ന് നാട്ടുകാരും വിവിധ സന്നദ്ധ പ്രവർത്തകരുമെല്ലാം ദിവസങ്ങളോളം രക്ഷാപ്രവർത്തനത്തിനും തിരച്ചിലിനും കൂടെ നിന്നു. ആ ദിവസങ്ങളിൽ നൽകിയ പിന്തുണയ്ക്കും സ്നേഹത്തിനും ഉറ്റവരെ നഷ്ടപ്പെട്ട 35ഓളം പേർ ചുരമിറങ്ങി നിലമ്പൂരിലെത്തി നന്ദി പറഞ്ഞു. ഞാനിവരുടെ കൂടെ 45 ദിവസമായി നിങ്ങളെ ഇവരെ കാര്യമായി കണ്ടിട്ടില്ല. ഇന്നാണ് ഞാൻ പുറകോട്ട് നോക്കിയപ്പോൾ പലരുടെയും കണ്ണുനീര്. ഇവർ വന്നത് നിങ്ങളെ കാണാനാണ്, അതോടൊപ്പം ഇവരുടെ നാടിനെ കൂടെ കാണാൻ. ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ
സഹോദരങ്ങളും സഹോദരികളെ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ നിങ്ങളെപ്പോലത്തെ ആളുകളുണ്ട് സഹോദരികളായിട്ട് സഹോദരന്മാരെ. ഭാര്യയെയും കുഞ്ഞുങ്ങളെയും ഉൾപ്പെടെ കുടുംബത്തിലെ 11 പേരെ ഉരുൾ കവർന്നത് നൗഫൽ പറഞ്ഞപ്പോൾ പലരും കണ്ണീരടക്കാൻ പാടുപെട്ടു. സൂചിപ്പാറ മുതൽ ചാലിയാർ വരെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും മൃതദേഹങ്ങൾ മുങ്ങിയെടുത്തതും ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി വയനാട്ടിലെത്തിച്ചതും നിലമ്പൂരിൽ നിന്നാണ്. പോത്തുകൽ പഞ്ചായത്തിലെ ജനപ്രതിനിധികൾ, നാട്ടുകാർ, സന്നദ്ധ പ്രവർത്തകർ, വിവിധ സേനകൾ എല്ലാവരോടുമുള്ള കടപ്പാട് അവർ പറഞ്ഞു. CH സെന്റർ നടത്തിയ ഈ ഒത്തുചേരൽ വേദി വൈകാരിക നിമിഷങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. 24 മലപ്പുറം. കാസർഗോഡ് ജില്ലയിലെ ചെങ്കൽ ക്വാറി ഉടമകൾ വീണ്ടും അനിശ്ചിതകാല സമരത്തിലേക്ക്. പോലീസിന്റെയും ജിയോളജി വകുപ്പ് അധികൃതരുടെയും നിലപാടിൽ പ്രതിഷേധിച്ചാണ് സമരം. പതിച്ചു നൽകിയ ഭൂമിയിൽ ക്വാറികൾക്ക് ലൈസൻസ് അനുവദിക്കുക, ലൈസൻസിന്റെ പേരിൽ ഭീമമായ പിഴ ചുമത്തുന്നത് നിർത്തിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ചെങ്കൽ ക്വാറി ഉടമകൾ ഉന്നയിക്കുന്നത്. ഈ കാസർഗോഡ് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളത്. കാസർഗോഡ് ജില്ലാ ഭരണകൂടമാണ് ഇതിനെന്തോ ഒരു നമ്മളെ ഇത് നിർത്തിക്കണം എന്നുള്ള രൂപം, ഈ ബിസിനസ് വേണ്ട എന്നുള്ള പാവപ്പെട്ട തൊഴിലാളികളാണ് ഇതിലില്ല. 10,000-കണക്കിന് തൊഴിലാളികളുള്ള ഒരു മേഖലയാണ് ചെങ്കൽ മേഖല. ഈ ചെങ്കൽ മേഖല തകർന്നു കഴിഞ്ഞാൽ നമുക്ക് മുമ്പോട്ട് നമ്മുടെ ജനങ്ങളെല്ലാം പട്ടിണിയാകും. നേരത്തെ ജിയോളജി വകുപ്പ് ലൈസൻസ് അനുവദിച്ച ക്വാറികൾക്ക് പോലും ഇപ്പോൾ ലൈസൻസ് നൽകുന്നില്ല. പരിശോധനയിൽ പിടിക്കപ്പെടുന്ന ലോറികൾക്ക് ഉടൻ പിഴ ചുമത്താതെ താലൂക്ക് വില്ലേജ് ഓഫീസുകളിൽ മാസങ്ങളോളം പിടിച്ചിടുന്നുവെന്നും ആരോപണമുണ്ട്. വ്യവസായ മന്ത്രി അടക്കമുള്ളവരെ കണ്ട് പരാതിപ്പെട്ടിട്ടും നടപടി ഉണ്ടായിട്ടില്ല. ഇതിൽ പ്രതിഷേധിച്ചാണ് ഈ മാസം 16 മുതൽ അനിശ്ചിതകാല സമരം സംഘടിപ്പിക്കുന്നത്. വ്യാഴാഴ്ച കാസർഗോഡ് കലക്ടറേറ്റിലേക്ക് മാർച്ചും വെള്ളിയാഴ്ച മുതൽ അനിശ്ചിതകാല നിരാഹാര സമരവും നടത്താനാണ് തീരുമാനം. ബാക്കിയുള്ള ജില്ലയിൽ അതേ നിയമമല്ലേ കാസർഗോഡും കൂടി ബാധിക്കേണ്ടത്? നമുക്കറിയാമല്ലോ, 25,000 10,000 രൂപയാണ് പിഴയായിട്ട് വരുന്നത്. അത് ഞങ്ങൾ പിടിച്ചു കഴിഞ്ഞാൽ അടക്കാൻ തയ്യാറുമാണ്. പക്ഷേ ഇതിന് വണ്ടികൾ എന്തിനിവർ വില്ലേജും താലൂക്കിലും വെച്ച്, പ്രത്യേകിച്ച് സെൻസറുള്ള വണ്ടികൾക്ക് കംപ്ലൈൻറ്റ് വരുന്നു, കേടുപാട് പറ്റുന്നു, ബാറ്ററി കംപ്ലൈൻറ്റ് വരുന്നു, ടയർ നിൽക്കുന്നില്ല, എല്ലാ പ്രശ്നങ്ങളും അതിലുണ്ട്. അനിശ്ചിതകാലത്തേക്ക് ചെങ്കൽ ക്വാറികൾ അടച്ചിടുന്നത് നിർമ്മാണ മേഖലയിൽ പ്രതിസന്ധി സൃഷ്ടിക്കും. 24 കാസർഗോഡ്. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്കാണ്. ആലപ്പുഴ അരൂർ ദേശീയപാതയിൽ വീണ്ടും ലോറി മറിഞ്ഞു. കുത്തിയതോടിന് സമീപത്താണ് ചരക്കുമായി വന്ന ലോറി മറിഞ്ഞത്. വിവരങ്ങളുമായി ചേരുന്നത് ശ്യാംകുമാറാണ്. ശ്യാം, ഇതൊരു അപകട മേഖലയാണ്. ഇപ്പോഴുണ്ടായ അപകടം എങ്ങനെയാണ് സംഭവിച്ചത്? മറ്റ് വിവരങ്ങൾ. ഇന്ന് രാവിലെ 6 മണിയോടെയാണ് ഇവിടെ ഈ ലോറി മറിയുന്നത്. ദേശീയപാതയിൽ വലിയ ഗതാഗത കുരുക്ക്, എറണാകുളം ഭാഗത്ത് നിന്ന് ആലപ്പുഴ ഭാഗത്തേക്കുള്ള ഭാഗത്ത് വലിയ ഗതാഗത കുരുക്ക് രാവിലെ മുതൽ ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. ലോഡുമായി വന്ന ലോറി നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു എന്നുള്ളതാണ് പ്രാഥമിക വിവരം. നിലവിലവിടെ പോലീസോ മറ്റ് സംവിധാനങ്ങളോ എത്തിയിട്ടില്ല. ദേശീയപാതയിൽ എറണാകുളം ഭാഗത്ത് നിന്ന് വലിയ ഗതാഗത കുരുക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ലോറി മറിഞ്ഞിരുന്നു. അതിനു മുൻപ് KSRTC ബസ്സുകൾ നിരന്തരമായി അപകടത്തിൽപ്പെട്ടിരുന്നു. അതേ മേഖലയിൽ തന്നെയാണ് ഇപ്പോൾ വീണ്ടും തമിഴ്നാട്ടിൽ നിന്ന് ചരക്കുമായി വന്ന ലോറി മറിഞ്ഞ് റോഡിൽ കിടക്കുന്നത്. ശരി, വിവരങ്ങൾ നൽകിയത് ശ്യാംകുമാറാണ്. അതുവഴിയുള്ള യാത്രക്കാർ ശ്രദ്ധിക്കേണ്ടത് കൂടിയാണ്. അരൂർ ദേശീയപാതയിൽ ഇപ്പോൾ ഗതാഗത തടസ്സമുണ്ടെന്നുകൂടി ശ്യാംകുമാർ പറയുന്നുണ്ട്. കൂടുതൽ വാർത്തകളിലേക്ക്. തിരുവനന്തപുരം നഗരത്തിൽ ദിവസങ്ങൾ കുടിവെള്ളം മുടങ്ങിയപ്പോൾ ജനങ്ങൾ അനുഭവിച്ചത് തീരാ ദുരിതം. അതേ തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ഒരു കൂട്ടം മനുഷ്യർക്ക് കുടിവെള്ളം ലഭിക്കാതായിട്ട് മാസങ്ങളാകുന്നു. കുടിക്കാനും കുളിക്കാനും നെട്ടോട്ടമോടുകയാണ് ചെന്നിലോട് നിവാസികൾ. ജലവിഭവ അതോറിറ്റിയുടെ വീഴ്ചയെന്നാണ് ഇവരുടെ പരാതി. കുടിവെള്ള പ്രതിസന്ധിയിൽ നഗരം പരാതി പറയുമ്പോൾ പരാതി പറഞ്ഞുമെടുത്ത് നിസ്സഹായരായ കുറേ ജീവിതങ്ങളുണ്ട് ഇവിടെ. നഗരത്തിന്റെ ഹൃദയഭാഗത്ത് മെഡിക്കൽ കോളേജിനോട് ചേർന്ന് കുമാരപുരത്തെ ചെന്നിലോട് പ്രദേശവാസികൾ. പഞ്ചായത്ത് കിണറുണ്ട്, പൊതു ടാപ്പുകളുണ്ട്, പക്ഷേ ഉപയോഗിക്കാൻ വെള്ളമില്ല. 7 മാസത്തോളമായി ദുരിതം അനുഭവിക്കാൻ തുടങ്ങിയിട്ട്. പരാതികൾ പറഞ്ഞു, പ്രതിഷേധങ്ങൾ നടത്തി. കണ്ടില്ലെന്ന മട്ടാണ് അധികൃതർക്ക്. ഇപ്പോൾ ട്രിവാൻഡ്രം സിറ്റി മൊത്തത്തിലുള്ളതായപ്പോഴത്തേക്ക് ഇവിടുത്തെ പ്രശ്നം ഡബിളായി. ഇത് ആദ്യം ഇവിടെ ഉണ്ടെന്ന് കൗൺസിലർ ഈ എന്ത് സാങ്കേതികത്വം മനസ്സിലാക്കണം. ആ കൗൺസിലറും MLA കൂടെ ഒക്കെ എന്ത് സാങ്കേതികത്വം, വെറുതെ വന്ന് ഇവരുടെ പാവങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഫോട്ടോ എടുത്ത് പോയാൽ പോരാ. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും വാട്ടർ അതോറിറ്റി കൃത്യമായി ബില്ല് അയക്കുന്നുണ്ട്. ഞങ്ങളുടെ കണക്ഷൻ തന്നെയാണ്.
എന്നാൽ അവർ അത് പറഞ്ഞിട്ട് അവർ മൈൻഡ് ചെയ്യണില്ല. അവർ ബില്ല് കൊണ്ടുവരണം, വന്ന് എഴുതുന്നു. എൻ്റെ വീട്ടിലും പൈപ്പുണ്ട്, വെള്ളമില്ല. ചുറ്റുമുള്ള പ്രദേശത്ത് വെള്ളമുണ്ടെങ്കിലും ഞങ്ങൾക്ക് വെള്ളമില്ലാത്തത് എന്തെന്ന് ചോദിക്കുമ്പോൾ സാങ്കേതികത്വം പറഞ്ഞ് ഒഴിഞ്ഞുമാറുകയാണ് ജലവിഭവ അതോറിറ്റി. ഈ മുകളിലോട്ടുള്ള ഫ്ലാറ്റുകളിൽ എല്ലായിടും 24 മണിക്കൂറും വെള്ളമുണ്ട്. ഞങ്ങളെ തിരിഞ്ഞ് നോക്കുന്നില്ല. ഇവിടെ നിന്ന് ഒരു കണക്ഷൻ എടുത്തിട്ട് താഴെ നിന്ന് ഒരു കണക്ഷൻ എടുത്ത് ഈ കയറ്റം എന്ന് പറഞ്ഞ റോഡിലോട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് മാസം 4 കഴിഞ്ഞു, ഇതുവരെ ആരും വന്നിട്ടില്ല. പരാതി കേട്ടുമെടുക്കുമ്പോൾ താൽക്കാലിക പരിഹാരമുണ്ടാക്കും. ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോൾ അവസ്ഥ പഴയ പടിയിലാകും. ആ ഓരോ ഹയർ അതോറിറ്റിയിലേക്ക് പോകുമ്പം അവർ അന്നത്തേക്കുള്ള സൊല്യൂഷൻ നമുക്ക് തരുന്നുണ്ട്. പിന്നെ വീണ്ടും പഴയ ഗതിയിലേക്കാണ് പോകുന്നത്. ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? ഇത് കൊച്ചു മക്കളൊക്കെ ഉണ്ട്, അവർക്കൊക്കെ എൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാത്തവരാണ്, എൻ്റെ അച്ഛൻ സ്ട്രോക്ക് വന്ന വ്യക്തിയാണ്. പ്രശ്നങ്ങളെപ്പറ്റി ജനങ്ങൾ ആശങ്ക പങ്കുവയ്ക്കുമ്പോൾ കൗൺസിലറിന്റെ മറുപടി ഇങ്ങനെ: വെള്ളത്തിന്റെ പൊതുവായ ഒരു വിഷയം ഉണ്ടല്ലോ, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കില്ല. അതിലിപ്പോ ടാങ്കറിന് വെള്ളം കൊടുക്കല്ലേ, അവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴതിന്റെ അപ്പുറത്ത് വേറെ ഭാഗത്ത് കൊടുത്തോണ്ടിരിക്കുന്നു. 10 രൂപ വെള്ളം വാങ്ങിച്ചാൽ എത്ര നേരം കുടിക്കും? ഞങ്ങൾ കണ്ണും കാഴ്ചയില്ല, 2 കാലും വയ്യാത്തവരൊക്കെ എന്തൊരു ചെയ്യും? ഞങ്ങൾ കഷ്ടപ്പെടണം സാറേ. ഞങ്ങൾക്ക് ഇത് 4 ഏരി എന്ന് കടം വയ്ക്കാം. ഒരു ഗ്ലാസ് ഞങ്ങൾക്ക് വെള്ളം ചോദിച്ചാൽ കടം തരൂല്ല. അതുകൊണ്ട് ഈ വയസ്സായവരൊരുത്തർ ആരുമില്ല കൊണ്ട് തരാനും വെള്ളം കൊണ്ട് തരാനും എടുക്കാനാ. തീരുന്നില്ല തീരാ ദുരിതം, തീരുന്നില്ല സാങ്കേതികത്വം. ചെന്നിലോട് കോളനി സ്വദേശികൾക്ക് വെള്ളം കിട്ടാക്കിനിയായിട്ട് മാസങ്ങളേറെയായി. തിരിഞ്ഞു നോക്കുന്നില്ല ഇങ്ങോട്ടാരും. കെ ഹരികൃഷ്ണൻ, 24, തിരുവനന്തപുരം. കിങ്സ് ക്യാൻസർ കെയർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ക്യാൻസർ ബാധിതർക്ക് സഹായധന വിതരണം ചെയ്തു. 18 പേർക്കാണ് സഹായം നൽകിയത്. കൊട്ടാരക്കര കിങ്സ് സ്ക്വയറിൽ നടന്ന ചടങ്ങിൽ സൊസൈറ്റി പ്രസിഡന്റ് വൈ കുഞ്ഞച്ചൻ അധ്യക്ഷത വഹിച്ചു. മാതൃഭൂമി ന്യൂസ് ഡെപ്യൂട്ടി എഡിറ്റർ എം അഭിലാഷ്, മധു കൊട്ടാരക്കര, ഹരികുമാർ, സെക്രട്ടറി ജോൺ കൂരാക്കാരൻ, ട്രഷറർ ബേബിക്കുട്ടി, വത്സാരാജൻ തുടങ്ങിയവർ സംസാരിച്ചു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്.